ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് സിങ്ക് ചെയ്യുമ്പോൾ എത്ര ഹൈറ്റിലാണ് ചെയ്യേണ്ടത്, എങ്ങനത്തെ സിങ്കുകളാണ് കൂടുതൽ നമുക്ക് നല്ലത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കിച്ചണിൻ്റെ ഏരിയയിൽ വരുന്ന സിങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ഓപ്ഷൻ വരുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമുക്ക് ടാപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓപ്ഷൻ തന്നെ ചിലപ്പോൾ സിങ്കിൻ്റെ കൂടെ വരാറുണ്ട്, അതും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് സ്ലാബ് ആദ്യമേ തന്നെ നിലത്ത് നിന്നും ഒരു കട്ട വെച്ച് കെട്ടിയതിന് ശേഷം മുകളിൽ ഒരു സ്ലാബ് വാർത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാനൈറ്റിൻ്റെയും കൂടി ഹൈറ്റ് വരുന്ന സമയത്ത് 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഉയരത്തിലായിരിക്കും നിൽക്കേണ്ടത്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ താഴ്ന്നു പോയാലും 90 സെൻറ്റിമീറ്റർ 85 സെൻറ്റിമീറ്റർ താഴ്ന്നു പോയാലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് 85 സെൻറ്റിമീറ്ററിന് 90 സെൻറ്റിമീറ്ററിന് ഇടയിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൽ സിങ്ക് കട്ട് ചെയ്തിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിങ്ക് ഉറപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ സിങ്കിൻ്റെ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ഗ്രാനൈറ്റ് കണ്ടോ, ആ ഗ്രാനൈറ്റിൻ്റെ സൈഡിലൂടെ വെള്ളം നമ്മൾ കഴുകുന്ന സമയത്ത് ആ വെള്ളം സിങ്കിൻ്റെ സൈഡിലൂടെയുള്ള വെള്ളം താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. മിക്ക സ്ഥലങ്ങളിൽ കാണുന്ന കംപ്ലൈൻ്റ് ആണ്. അതായത് നമ്മൾ സിങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് താഴെയായിരിക്കും അതിൻ്റെ വെള്ളം വരുന്നത്. ലീക്ക് കാര്യങ്ങൾ വരുന്നത് നമ്മൾ ഈ പറയുന്ന ഗ്രാനൈറ്റിനോട് ചേർന്ന് നമ്മൾ സിങ്ക് ഉറപ്പിച്ചിട്ടുണ്ടോ അവിടെയാണ്, അതിലൂടെയാണ് വെള്ളം താഴേക്ക് വരുന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നല്ല ഉറപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പശ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ അതിന് ലീക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലായിട്ട് നമുക്ക് എം സിയിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് സിയിൽ ഫുൾ ടൈറ്റ് ചെയ്യണം. ഫുൾ ടൈറ്റ് ചെയ്തതിൻ്റെ മുകളിലൂടെ ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് വരില്ല. അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സിങ്ക് കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്തായിരിക്കും ആ ഗ്രാനൈറ്റിൽ വരുന്ന വെള്ളം പതുക്കെ നമ്മൾ അറിയില്ല ആ ഗ്രാനൈറ്റിൻ്റെ സിങ്കിൻ്റെ സൈഡിലൂടെ താഴേക്ക് വന്ന് ലീക്ക് പോലെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മളൊരു സ്ലാബ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അത്യാവശ്യം നമുക്ക് കിച്ചൺ വർക്ക് ഏരിയ ആയതുകൊണ്ട് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്ററിന് ഇടയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ ഗ്രാനൈറ്റ് എല്ലാം വേണമെങ്കിൽ നമുക്കിത് ടൈലിലും ചെയ്യാം. ടൈലിലും കുറച്ചുകൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാണാൻ ഭംഗി കുറച്ചുകൂടി ടൈലിൽ ചെയ്യുന്നതാണ്. കാരണം ഗ്രാനൈറ്റ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഇരുണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ടൈലിൽ ചെയ്യുക. ടൈലിൽ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് എന്നാൽ ലോ എക്സ്പെൻസീവ് തന്നെ നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്ലാബ് നല്ല സ്ട്രോങ് ആയിട്ട് സ്ലാബിൽ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മൾട്ടിവുഡ് അല്ലെങ്കിൽ ക്യാബിൻ ചെയ്യുന്ന സമയത്ത് മൾട്ടിവുഡിൻ്റെ ക്യാബിൻ ചെയ്തതിന് ശേഷം ക്യാബിനിലാണ് സിങ്ക് ഉറപ്പിച്ചാലും ഓക്കെ ആയിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അതായത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ചെതൽ പിടിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് സിങ്ക് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം ചെറിയ ലീക്ക് വരുന്ന സമയത്ത് അത് പതുക്കെ ചെതലെടുത്ത് പോകാനുള്ള ചാൻസ് കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.